ഇന്ന് നമ്മൾ തയ്യാറാക്കണത് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും കഴിക്കാനായിട്ട് പറ്റിയ നല്ല രുചിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് ഉഴുന്നാണ്. ഇതായി ഉഴുന്ന് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം ഇതിലെ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് പോവാനായിട്ട് 5 മിനിറ്റ് നേരം ഒരു അരിപ്പയിലേക്ക് ഇട്ട് വയ്ക്കാം. ഇനി ഉഴുന്നിലെ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഉഴുന്നിൻ്റെ ഷെയ്ഡൊക്കെ ഒന്ന് മാറി വരണ വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഈ സമയം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറന്നു പോവല്ലേ, പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടും. ഈ ഒരു പാകമായാൽ മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണത് 1/2 കപ്പ് പച്ചരിയാണ്. പച്ചരി തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ചോറ് വെക്കണ ഏതരി എടുത്താലും കുഴപ്പമില്ല. പക്ഷേ പച്ചരി കൊണ്ട് ഇത് തയ്യാറാക്കുവാണെങ്കിൽ കഴിക്കാനായിട്ട് ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇതാ പച്ചരിയും നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഇതിലെ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് പോവാനായിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒരു അരിപ്പയിലേക്ക് ഇട്ട് വയ്ക്കാം. ഈ അരിയിലെ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതും ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇനിതായി അരിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ചെറുതായിട്ട് പൊട്ടി വരണ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് നമ്മൾ നേരത്തെ ഉഴുന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അരിയുടെയും ഉഴുന്നിൻ്റെയും ചൂടൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ ഇത് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ. കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇത് ഫൈൻ പൗഡറായിട്ടല്ല, റവയൊക്കെ പോലെ ചെറിയ ചെറിയ തരിയായിട്ടാണ് കേട്ടോ പൊടിച്ചിട്ടെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ ഈ ഒരു അളവിൽ തന്നെ തേങ്ങ ചേർക്കണമെന്നില്ല. തേങ്ങയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് പുട്ടാണ്. ഈ സമയം തേങ്ങയൊക്കെ ചേർക്കാനായിട്ട് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ ലാസ്റ്റ് തേങ്ങ ചേർത്തിയാലും മതി. ഇനി ഈ കൂട്ടിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നനച്ചിട്ടെടുക്കാം. ആദ്യമേ നമ്മളിതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെ കുറേശ്ശെ വെള്ളം ഇതുപോലെ തളിച്ച് കൊടുത്തിട്ട് നനച്ചെടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. നമ്മൾ പുട്ടുപൊടിയൊക്കെ നനച്ചെടുക്കണ പോലെ തന്നെ. ഞാനിനി ഇത് പുട്ടുകുറ്റിയിൽ ഇട്ട് കൊടുത്തിട്ടല്ല വേവിച്ചിട്ടെടുക്കണത്. എളുപ്പത്തിന് വേണ്ടിയിട്ട് വൃത്തിയുള്ള ഒരു ക്ലോത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മൂടിക്കൊടുക്കാം. ഇതുപോലെ തന്നെ വേവിച്ചിട്ടെടുക്കണമെന്നില്ല. നിങ്ങൾക്ക് പുട്ടുകുറ്റിയിൽ വേവിച്ചിട്ടെടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാനിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതിലേക്കാണ് കേട്ടോ ഇത് വെച്ച് കൊടുക്കണത്. ഇനി ഇത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ്. അപ്പോഴേക്കും നമ്മുടെ ഉഴുന്നുപുട്ടൊക്കെ നന്നായി തന്നെ വെന്തിട്ടുണ്ടാവും. ഈ ഉഴുന്നിൽ ധാരാളം ഫൈബർ, മഗ്നീഷ്യം, പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹാർട്ടിനെ ഹെൽത്തി ആക്കി വെക്കാനായിട്ട്, അതുപോലെ ഇതിൽ ധാരാളം കാൽസ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ബോൺസിൻ്റെയൊക്കെ നല്ല ആരോഗ്യത്തിന്, കൂടാതെ മുടി വളർച്ചയ്ക്ക്, ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട്, നല്ല ദഹനത്തിന് ഒക്കെ ഉഴുന്ന് കഴിക്കണത് ഒത്തിരി നല്ലതാണ്. നമ്മുടെ ഉഴുന്നിൽ ധാരാളം ഫോളിക് ആസിഡ്, അയൺ, കാൽസ്യം, ഫൈബർ കണ്ടൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ഒത്തിരി നല്ലതായിരിക്കുമേ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ ഈ ഉഴുന്നൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഉഴുന്നുപുട്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. നിങ്ങൾക്ക് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കഴിച്ചോളൂ. അല്ലെങ്കിൽ ഈ ഒരു പുട്ടിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കരപ്പൊടിയും കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടും കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ കഴിക്കാനായിട്ടും അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ഇതുവരെ ഈ രീതിയിൽ ഉഴുന്നുപുട്ടൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്